ഇന്ത്യയെ വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഇന്ത്യയും റഷ്യയും വംശീയ വിദ്വേഷം പുലർത്തുന്ന രാജ്യങ്ങളെന്ന് വിമർശനം. നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിനിടെ നിർണായക നീക്കം. റഷ്യൻ സൈന്യത്തിലുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ തീരുമാനം. പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം തുടരുന്നു. തൃശൂർ ചെറുതുരുത്തിയിലെ തമിഴ്നാട് സ്വദേശിയുടെ മരണം കൊലപാതകം. സെൽവിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഭർത്താവ് തമിഴ് അരശെന്ന് പോലീസ്. കൊലപാതകം സ്വകാര്യ ഭാഗത്ത് മരക്കൊമ്പ് കുത്തിക്കയറ്റി. KSU നിയമസഭയിലേക്ക് നടത്തിയ അവകാശ പത്രിക മാർച്ചിൽ സംഘർഷം. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കാൻ. PSC അംഗമാകാൻ കോഴ വാങ്ങിയെന്ന ആരോപണം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. അംഗത്വം ലേലത്തിന് വെക്കുകയാണെന്ന് VD സതീശൻ. പബ്ലിക് സർവീസ് കമ്മീഷനിൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അതിലെ അംഗം എന്ന് പറയുന്നത് അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അത് ലേലത്തിൽ വെക്കുകയാണ്. എത്ര PSC അംഗത്തിനാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത്? ആരോപണങ്ങളിൽ പുതുമയില്ലെന്ന് മുഖ്യമന്ത്രി. ഏത് തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാകും. ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല. മന്ത്രി മുഹമ്മദ് റിയാസിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്ന് CPIM ജില്ലാ നേതൃത്വം. ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയുമെന്ന് പ്രമോദ് കോട്ടൂളി. ഹാത്രസ് ദുരന്തത്തിൽ SP ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. നടപടി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം സംഘാടക സമിതിക്ക്. ജില്ലാ അധികൃതർക്ക് കടുത്ത വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ട്. യൂറോ കപ്പ് ആദ്യ ഫൈനലിസ്റ്റിനെ കാത്ത് ഫുട്ബോൾ ലോകം. ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. SFI അതിക്രമത്തിൽ പ്രതിഷേധിച്ചും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെയും